ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള സുപ്രധാന ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ തിരിമറികൾക്ക് 1 കോടി രൂപ വരെ പിഴ ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥ. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിനായി ഭാരത് റൈസ് ബ്രാൻഡിന് തുടക്കം കുറിച്ച് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ. ഓൺലൈൻ തട്ടിപ്പുകളിൽ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്ര വനിതാ സംഘം. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ തിരിമറികൾ തടയുന്നത് സംബന്ധിച്ച് ബിൽ ലോക്സഭ പാസാക്കി. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവ നടത്തുന്ന പരീക്ഷകൾ സംബന്ധിച്ചതാണ് പ്രസ്തുത ബിൽ. ചോദ്യപേപ്പർ ചോർച്ച, ഓൺലൈൻ തിരിമറികൾ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് പുറമേ നിന്നുള്ള സഹായം തുടങ്ങിയ തെറ്റായ പ്രവണതകൾ തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 3 മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. പൊതുപരീക്ഷകളിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും ബില്ലിനെ പിന്തുണച്ചു. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും OBC സംവരണം ഉറപ്പുവരുത്തുന്ന ജമ്മുകശ്മീർ തദ്ദേശ സ്ഥാപന ഭേദഗതി ബില്ലാണ് ലോക്സഭ ഇന്ന് പാസാക്കിയ മറ്റൊരു ബിൽ. രാജ്യസഭ ഇന്ന് ജലമലിനീകരണ ഭേദഗതി ബിൽ പാസാക്കി. ജലമലിനീകരണം തടയുന്നതിനായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ രൂപീകരിക്കുകയും നിയമലംഘനങ്ങൾക്ക് പിഴ ഏർപ്പെടുത്തുകയുമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ലുകളും രാജ്യസഭ ഇന്ന് പാസാക്കി. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിനായി ഭാരത് റൈസ് ബ്രാൻഡിന് തുടക്കം കുറിച്ച് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5 കിലോ, 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ ലഭ്യമാക്കുന്നത്. താങ്ങാവുന്ന വിലയ്ക്ക് റേഷൻ ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ പീയൂഷ് ഗോയൽ ചടങ്ങിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ 81 കോടി ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യം നൽകി വരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമിത ലാഭം പ്രതീക്ഷിച്ച് ആളുകൾ ഓൺലൈൻ തട്ടിപ്പുകളിൽ അങ്ങോട്ട് പോയി വീഴുന്ന സ്ഥിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിന്റെ സൈബർ ഡിവിഷന്റെയും മറ്റു പദ്ധതികളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ വർഷം മാത്രം ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ സംസ്ഥാനത്ത് 201 കോടി രൂപയാണ് നഷ്ടമായത്. സമൂഹം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും തട്ടിപ്പുകൾക്കിരയായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്ര വനിതാ സംഘം. സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിലുമുള്ള സ്ത്രീകൾക്കും സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയിൽ സംഘം വ്യക്തമാക്കി. സ്ത്രീകളുടെ പുരോഗതിക്കായി പ്രത്യേക ധനസഹായം അനുവദിക്കുന്ന ജെൻഡർ ബജറ്റ് ഇതിന് ഉദാഹരണമാണെന്നും അവർ വിലയിരുത്തി. ജെൻഡർ പാർക്കിന് സാങ്കേതിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് വഴി നടപ്പാക്കുന്ന റെസിലിയന്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് സംബന്ധിച്ച് ലോകബാങ്ക് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 9 വരെ നടക്കുന്ന ഇടക്കാല അവലോകനത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. പദ്ധതി നിർവഹണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൈവരിച്ച പുരോഗതിയിൽ സംഘം തൃപ്തി രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള ജനപക്ഷം പാർട്ടി BJP ലയന സമ്മേളനം ഈ മാസം 13 തിരുവനന്തപുരത്ത് നടക്കും. സമ്മേളനത്തിൽ ജനപക്ഷം പാർട്ടിയുടെ 112 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ BJP അംഗത്വം സ്വീകരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷനായിരുന്ന PC ജോർജ് അറിയിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രവർത്തകർക്ക് അംഗത്വം കൈമാറും. PC ജോർജ് കഴിഞ്ഞ ആഴ്ച ന്യൂഡൽഹിയിലെത്തി BJP അംഗത്വം സ്വീകരിച്ചതിന്റെ തുടർച്ചയായാണ് സമ്മേളനം. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. വന്ദനയുടെ പിതാവ് മോഹൻദാസ് സമർപ്പിച്ച ഹർജിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി നിരാകരിച്ചത്. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി നിരീക്ഷിച്ചു.
കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ മറ്റന്നാൾ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ DMK പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിലെ കേന്ദ്ര ഇടപെടലുകൾക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിക്ക് തമിഴ്നാട് പിന്തുണ നൽകുമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. രാഷ്ട്രീയ പ്രചാരണം മാത്രം ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 8 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ, മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൈപുണ്യ വികസനം സാധ്യമാക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളുടെ പരിഷ്കരിച്ച കരിക്കുലത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്. വർക്കലയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള സുപ്രധാന ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ തിരിമറികൾക്ക് 1 കോടി രൂപ വരെ പിഴ ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥ. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിനായി ഭാരത് റൈസ് ബ്രാൻഡിന് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഓൺലൈൻ തട്ടിപ്പുകളിൽ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്ര വനിതാ സംഘം. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.